കൺസേർട്ടഡ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം എങ്ങനെയാണ് ഇത്. കൺസേർട്ടഡ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെരിസൈക്ലിക് റിയാക്ഷൻ കൺസേർട്ട് എന്ന് പറയുന്നത് അതേപോലെ തന്നെ. സോ പ്രോക്സി ആസിഡ്സ് ആക്ട് ആസ് ആൻ ഇലക്ട്രോഫൈൽ സിൻസ് ദ റേറ്റ് ഓഫ് ഇപ്പോക്സിഡേഷൻ ഈസ് ഇൻക്രീസ്ഡ് ബൈ alkyl group and other electron donating substituent on the alkene. And electron poor alkenes, example alpha beta unsaturated aldehydes and ketones, can be epoxidized only by alkaline solutions of hydrogen peroxide. ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ പ്രസൻസിൽ മാത്രമേ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കാർബണൈൽ കോമ്പൗണ്ട്സ് നമുക്ക് ഇപ്പോക്സിഡേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. പെറോക്സി ആസിഡ്സ് കൊണ്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്കൊരു സിസ് ബ്യൂട്ടീൻ എടുക്കാം. ഒരു സിസ് ആൽക്കീൻ, ഒരു സിസ് ബ്യൂട്ടീൻ CH3HH. ഓക്കെ, ദിസ് ഈസ് സിസ് ബ്യൂട്ടീൻ. പെറോക്സി ആസിഡ്സിൻ്റെ പ്രസൻസിൽ പെറോക്സി ആസിഡ് MCPBA ഇതിൻ്റെ പ്രസൻസിൽ എന്ത് സംഭവിക്കും ചോദിച്ചു കഴിഞ്ഞാൽ CH3 കണ്ടോ, ആ ആൽക്കീൻ്റെ ഇത് മാറിയിട്ടില്ല. ഇവിടെ H ആൻഡ് ഇറ്റ്സ് ബിക്കം പെറോക്സൈഡ്. ഓക്കെ, stereochemically the addition of oxygen occurs preferentially from the less hindered side of the molecule. ഓക്സിജൻ എപ്പോഴും ഒരു ബൾക്കി ഗ്രൂപ്പാണ്. അവൻ എപ്പോഴും എവിടെയൊക്കെ വന്നിട്ട് എങ്ങനെയാണ് വന്ന് അറ്റാക്ക് ചെയ്യുക, പിന്നെ ലെസ് ഹിൻഡ്രേഡ് ആയിട്ടുള്ള സൈഡിലൂടെയാണ് വന്നിട്ട് അറ്റാക്ക് ചെയ്യുക. ലെസ് ഹിൻഡ്രേഡ് സൈഡിലൂടെ വന്ന് അറ്റാക്ക് ചെയ്യുന്നതായിരിക്കും ആർക്ക് സുഖം? നമ്മുടെ പെറോക്സി ആസിഡ്സിന് സുഖം. അപ്പം നമുക്കൊന്ന് നോക്കാം പെറോക്സി ആസിഡ്സിന് അതെങ്ങനെയാണ് സംഭവിക്കുക. നമുക്കൊരു നോർബൊറൈൻസിൽ നോക്കി നോക്കാം. നോർബൊറൈൻസിൻ്റെ കേസിൽ ഇതാണ് നോർബൊറൈൻ. ഇവിടെ ആൽക്കിൻ. അപ്പോൾ ഇനി ഇവിടെയാണ് എന്ത് വേണ്ടത്? MCPBA വന്നിട്ട് അറ്റാക്ക് ചെയ്യേണ്ടത്. ഓക്കെ, പെറോക്സി ആസിഡ്സ് വന്നിട്ട് അറ്റാക്ക് ചെയ്യേണ്ടത്, പെർബെൻസോയിക് ആസിഡ്. അപ്പോൾ ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ മോനെ ഇവിടെ നമുക്ക് കാണാമല്ലോ, ഈ നോർബൊറൈനിൽ ഹൈഡ്രജൻസ് ഉണ്ട്. ആ ഹൈഡ്രജൻസ് താഴേക്ക് നിൽക്കുന്നതായിരിക്കും ഉണ്ടാവുക. താഴേക്കുള്ള എക്സോ ടൈപ്പ് ആയിരിക്കും, അല്ല താഴേക്കുള്ളായിരിക്കും ഹൈഡ്രജൻ ഉണ്ടാവുക. അപ്പം ഇങ്ങനെ നിൽക്കുമ്പം ഇവിടെ ഇപ്പോക്സൈഡ് രണ്ട് രീതിയിൽ ഇവിടെ ഫോം ചെയ്യാം. ഇപ്പോക്സൈഡ് രണ്ട് രീതിയിൽ നമുക്കിവിടെ ഫോം ചെയ്യാം. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എബോ, ആയിട്ട് ഓക്കെ ഇങ്ങനെ ഫോം ചെയ്യാം ഇപ്പോക്സൈഡ്. അല്ലെന്നുണ്ടെങ്കിൽ ഇതേ ഡയറക്ഷനിൽ തന്നെ എന്ത് ചെയ്യാം? ഇപ്പോക്സൈഡ് ഫോം ചെയ്യാം. ഇതേ ഡയറക്ഷനിൽ ഇപ്പോക്സൈഡ്സ് ഫോം ചെയ്യാം. ഹൈഡ്രജൻ താഴെ സെയിം സൈഡിൽ താഴേക്കായിട്ട് എന്ത് ചെയ്യാം? ഓക്സിജൻ വരാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് രീതിയിൽ പ്രൊഡക്റ്റ് ഫോം ചെയ്യാം. ഒന്ന് താഴത്തതിന് ഇതായിട്ട്. സോ ദിസ് ഈസ് കോൾഡ് എക്സോ ഇപ്പോക്സൈഡ് ആൻഡ് ദിസ് ഈസ് കോൾഡ് എൻഡോ ഇപ്പോക്സൈഡ്. ഈ രണ്ട് രീതിയുണ്ട്. അപ്പോൾ ഇതിൽ മാക്സിമം പ്രൊഡക്റ്റ് അല്ലെങ്കിൽ മേജർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ലെസ് ഹിൻഡ്രേഡ് ആയിട്ടുള്ള സൈഡിൽ ഓക്സിജൻ വരിക എന്നുള്ളതാണ്. അപ്പോൾ ലെസ് ഹിൻഡ്രേഡ് സൈഡിൽ ഓക്സിജൻ വരിക എന്ന് പറഞ്ഞാൽ ഇതിലായിരിക്കും വരിക. ഇവിടെ ഓൾറെഡി ഹൈഡ്രജൻ താഴേക്കുണ്ട്, ആ അതേ സൈഡിൽ തന്നെയാണ് ഇപ്പോക്സൈഡും ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോക്സൈഡ് എപ്പോഴും ഫോം ചെയ്യുന്നത് ലെസ് ഹിൻഡ്രേഡ് സൈഡിലായിരിക്കും. സോ ദിസ് ബിക്കം മേജർ പ്രൊഡക്റ്റ്. ഇതായിരിക്കും ഇവിടുത്തെ മേജർ പ്രൊഡക്റ്റ് ആയിട്ടുണ്ടാവുക. ഇറ്റ് ഈസ് 96% പ്രൊഡക്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു ഇപ്പോക്സൈഡ് ആയിരിക്കും. ഓക്കെ, അൺഹിൻഡ്രേഡ് എക്സോസൈക്ലിക് ഡബിൾ ബോൺസ് ഇൻ 4 tertiary butyl methylene cyclohexane yield both stereo isomeric epoxides. ഇപ്പം ഒരു അൺഹിൻഡ്രേഡ് ആയിട്ടുള്ള ഒരു എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് വരിക. കണ്ടോ, എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട്. ഇവിടെ 4ൽ ഒരു ടെർഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഒരു എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് വന്നു. ഇങ്ങനത്തെ കേസിൽ ഇവിടെ നമ്മൾ MCPB ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന പ്രൊഡക്റ്റ്, രണ്ട് ടൈപ്പിലുള്ള പ്രൊഡക്റ്റ് ഇവിടെ ഫോം ചെയ്യും. എഴുതിത്തരാം. ടെർഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് അവിടെ തന്നെ ഉണ്ട്. പിന്നുള്ളത് നമ്മുടെ CH3 ഗ്രൂപ്പാണ്, CH2 ഗ്രൂപ്പാണ്. ആ CH2 ഗ്രൂപ്പ് ഇവിടെ ഇപ്പോക്സൈഡ് ഇങ്ങനെ വരാം. പ്ലസ് എങ്ങനെ വരാം? ഈ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഹെക്സൈനകത്ത്
ഓക്സിജൻ ഇവിടെ വരാം, CH2 ഇങ്ങനെയും വരാം. ഈ രണ്ട് പോസിബിലിറ്റിയും ഇവിടെയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഓക്സിജൻ എപ്പോഴും ലെസ് ഹിൻഡ്രഡ് സൈഡിലൂടെ വന്ന് അറ്റാക്ക് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ ഇതിന് വരിക. അന്യോ ഓക്സിജൻ എപ്പോഴും ലെസ് ഹിൻഡ്രഡ് സൈഡിലൂടെ വരാനായിരിക്കും ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ 70% പ്രൊഡക്റ്റ് ഇതായിരിക്കും, 30% പ്രൊഡക്റ്റ് ഇതുമായിരിക്കും. ഓക്കെ, സോ ഐസൊലേറ്റഡ് ആൽക്കീൻസും കോൺജുഗേറ്റഡ് ആൽക്കീൻസും, ഒരു കോമ്പൗണ്ടിൽ 2 ആൽക്കീൻസ് വരികയാണ്, 2 ടൈപ്പിലുള്ള ആൽക്കീൻസ് വരികയാണ്. ഐസൊലേറ്റഡ് ആൽക്കീൻസ് ആൻഡ് കോൺജുഗേറ്റഡ് ആൽക്കീൻസ്. വാട്ട് ഈസ് മീൻ ബൈ ഐസൊലേറ്റഡ് ആൽക്കീൻസ് ആൻഡ് കോൺജുഗേറ്റഡ് ആൽക്കീൻസ്? നോക്കുമ്പോൾ ഈ കേസിൽ ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്. ഓക്കെ, സിംഗിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്. അപ്പോൾ ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് ഇങ്ങനെ വരുന്ന സ്പീഷീസ് ആകുമ്പോൾ നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് കോൺജുഗേറ്റഡ് ആൽക്കീൻസ്. സോ ദിസ് ഈസ് കോൾഡ് വാട്ട്? കോൺജുഗേറ്റഡ് ആൽക്കീൻസ്. എന്നാൽ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഈ ആൽക്കീൻ നമ്മൾ ഐസൊലേറ്റഡ് ആൽക്കീൻസ് എന്ന് വിളിക്കും. ഇങ്ങനെ ഒരു കോമ്പൗണ്ടിൽ ഇങ്ങനെ ഒരുപാട് ആൽക്കീൻസ് ഉണ്ടാകുമ്പം ഏത് ആൽക്കീൻസിനാണ് നമ്മൾ MCPB ആഡ് ചെയ്യുമ്പോൾ നമുക്ക് MCPB ആഡ് ചെയ്യുമ്പം, അതായത് ഒരു പെറോക്സി ആസിഡ്സ് ആഡ് ചെയ്യുമ്പം ഏത് ആൽക്കീനിലാണ് ഇവിടെ ഇപ്പോക്സിഡേഷൻ നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. MCPB ആഡ് ചെയ്യുന്ന കേസിൽ ഏതാണോ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ആൽക്കീൻസ് അവിടെ ആയിരിക്കും എന്ത് ചെയ്യുക, പോയിട്ട് ഇപ്പോക്സിഡേഷൻ നടക്കുക. കോൺജുഗേറ്റഡ് ആൽക്കീൻസിനെ ഇത് അഫക്റ്റ് ചെയ്യില്ല. അതായത് കോൺജുഗേറ്റഡ് ആൽക്കീൻസ് അങ്ങനെ ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് അങ്ങനെ തന്നെ ഉണ്ടാവും. സോ ഇപ്പോക്സിഡേഷൻസ് വിൽ ഫോംഡ് അണ്ടർ ദിസ് ആൽക്കീൻസ് പാർട്ടിലാണ് ഇപ്പോക്സിഡേഷൻ ഫോം ചെയ്യുക. കാരണം ഐസൊലേറ്റഡ് ആൽക്കീൻസിലാണ് ഇപ്പോക്സിഡേഷൻ നടക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, ഇനി 2-cyclohexenyl acetate yield trans-epoxidations form can attack by the parasites on the less hindered side of the double bond. ഇനി നോക്കുക മോനെ, മറ്റൊന്ന് 2-cyclohexenyl acetate OAC, OCOCH3. So this is OAC. ഇങ്ങനത്തെ കേസിൽ വരുമ്പം MCPB ആഡ് ചെയ്യുമ്പം ഇവിടെ ഓൾറെഡി നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താണ്, വെഡ്ജിലുള്ളത് അല്ലേ. ഓക്സിജനും പെറോക്സൈഡ് ഇതേപോലെ ഫ്രണ്ടിലൂടെ വരികയാണെന്നുണ്ടെങ്കിൽ സോ ദർ ഈസ് സ്റ്റെറിക് ഹിൻഡ്രൻസ് ഈസ് ഹിയർ. അപ്പം MCPB എപ്പോഴും ലെസ് സ്റ്റെറിക് ഹിൻഡ്രൻസ് ആണ് ഫോളോ ചെയ്യുക, ഒക്കർ ചെയ്യുക. അപ്പോൾ അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഇവൻ ഇതിലൂടെ തന്നെ വരണം, ബാക്ക് സൈഡിലൂടെ തന്നെ വരണം ഇപ്പോക്സൈഡ് വരാൻ. സോ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പ്രൊഡക്റ്റ് കാണാം. ഇതായിരിക്കും അതിൻ്റെ പ്രൊഡക്റ്റ്, ദറ്റ് ഈസ് OAC. ദിസ് ഈസ് ദ ഇപ്പോക്സിഡേഷൻ. ഇനി ആൽക്കഹോൾ ആണെന്നുണ്ടെങ്കിലോ, ഇൻസ്റ്റെഡ് ഓഫ് OACക്ക് പകരം ഇവിടെ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ട് ആൽക്കഹോൾ ആണുള്ളതെങ്കിൽ ആൽക്കഹോളിൻ്റെ ഡയറക്ഷൻ ഏതാണോ ആ ഡയറക്ഷനിൽ സിമിലറായിട്ട് തന്നെയായിരിക്കും എന്ത് ചെയ്യുക, ഇപ്പോക്സൈഡും ഫോം ചെയ്യുക. ഇവിടെ OH ആണെങ്കിൽ MCPB നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OH ഇവിടെ വരും. ആ OHൻ്റെ സെയിം ഡയറക്ഷനിൽ തന്നെയായിരിക്കും എന്ത് ചെയ്യുക, ഇപ്പോക്സൈഡ് ഫോം ചെയ്ത്. OH മാത്രമേ ഉള്ളൂ കേട്ടോ, OH മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിവിടെ ഓക്സിജൻ്റെ കേസിൽ OH ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലൈലിക് പൊസിഷനിലാണെങ്കിൽ ഇപ്പോക്സിഡേഷൻസ് ഈസ് മോർ ഹിൻഡ്രഡ് സൈഡിലായിരിക്കും നടക്കുക. OH അലൈലിക് പൊസിഷനിലെ OH ആണെങ്കിൽ ഇപ്പോക്സിഡേഷൻ നടക്കുന്നത് എവിടെയായിരിക്കും, മോർ ഹിൻഡ്രഡ് സൈഡിലൂടെ ആയിരിക്കും ഇപ്പോക്സിഡേഷൻ നടക്കുക. അത് മനസ്സിലാക്കണേ. ഇറ്റ് സജസ്റ്റ് ദാറ്റ് hydrogen bonding between the hydroxyl groups and parasites stabilizes the transition state for cis epoxidation. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ റിയാക്ഷൻ മെക്കാനിസം എഴുതിയാൽ ഇറ്റ് ഈസ് എൻ അലൈലിക് ആൽക്കഹോൾ. നോക്കിയേ, 1 2 3 തേർഡ് കാർബണിൽ OH വരുന്നു. സോ ദിസ് ഈസ് എൻ അലൈലിക് ആൽക്കഹോൾ. സോ ഇറ്റ് ഈസ് എൻ അലൈലിക് പൊസിഷൻ. ഈ അലൈലിക് ആൽക്കഹോൾസിൽ
പിന്നെ അതിൻ്റെ ഡയറക്ഷനിൽ ഇപ്പോക്സിഡേഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ടേക്കൺ പാർട്ട് ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് ഓക്സിജൻ. ഓക്കെ, OH ഗ്രൂപ്പ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും ഇപ്പോക്സിഡേഷൻ നടക്കുക. ഓക്കെ, സോ ഇതായിരിക്കും ഇവിടെ സംഭവിക്കുന്നത്. ഇതാണ് നമുക്ക് ഇപ്പോക്സിഡേഷനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് വി ആർ സ്റ്റഡിയിങ് ഷാർപ്പ്ലെസ് അസിമെട്രിക് ഇപ്പോക്സിഡേഷൻ.